ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചാമ്പക്ക ഉപ്പും മുളകൊക്കെ ഇട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിറച്ച് ചാമ്പക്കയും ഉണ്ട്. ഇതാണ് ചാമ്പക്ക മരം. നിറച്ച് ചാമ്പക്കയും കുറുമ്പൊക്കെയാണ്. എന്നിട്ട് മണ്ണൊക്കെ ഉണ്ട്. നല്ല ചാമ്പക്കാളാണ്. നല്ല പുയറുമ്പില്ല മരമാണ്. കുറെ മണ്ണായിക്കൊണ്ട് നമ്മളത് കുറെ ഫ്രഷ് ആക്കണം. കുറെ വീണക്കല്ല, അപ്പോൾ ഫ്രഷ് ആക്കണം. നമ്മൾ കഴിക്കണം. ഫ്രഷ് ആക്കണം. ഇതിന് കുറേ ഉണ്ട്. ഇതിന് കുറേ ഞങ്ങൾ അറുത്തു. കുറേ ചാമ്പക്കുള്ള മരങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു ചാമ്പക്കളൊക്കെ ഉണ്ട്. ഒക്കെ വലുതാവണം. നല്ല ചാമ്പക്കുള്ള മരമാണ്. എത്താത്ത സ്ഥലത്തൊക്കെയാണ്. എത്തുന്ന സ്ഥലത്തൊക്കെ കുറേ ഉണ്ട്, പക്ഷെ പോത്തിട്ടില്ല. ഫ്രഷ് ആക്കി ചെയ്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഓരോന്നോരോന്ന് ഫ്രഷ് ആക്കിയാൽ നമുക്ക് വേഗം കഴിയാനല്ലോ. ഓരോന്ന് ഫ്രഷ് ആക്കിയാൽ നല്ലോണം ഫ്രഷ് ആകും. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ചാടും. ഓരോന്നോരോന്ന് ഫ്രഷ് ആക്കും. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി നല്ല രസമല്ലേ ചാമ്പക്ക. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മൾ തിന്നുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കണം. ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കണം. കുഞ്ഞതായി പൊട്ടിച്ചു നല്ലോണം പീവ് ഉണ്ടാക്കാൻ മനസ്സിലാവും. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് ഇത് മഴ ആവുമ്പോഴാണ് പൊയ്ക്കൾ ഇത് മഴ ആവുന്നതുകൊണ്ട് പൊയ്ക്കൾ നമ്മൾ ഇങ്ങനെ ചെറുതാക്കി പൊളിച്ചണം. കേടുണ്ടോ നോക്കാൻ. നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഓട്ടകളൊന്നും കണ്ടോ നമ്മൾ പുറത്തൊക്കെ ഇടാതെ നമ്മളൊന്ന് ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പീവുണ്ട് കേടുണ്ട് നമുക്ക് പുറത്തൊക്കെ ഇടാം. അങ്ങനെ തന്നെ ചെയ്യണ്ടേ. നല്ല പൊപ്പില്ല, നല്ല വലിയ ഇതാളാണ്. അപ്പോൾ ചെറുതാക്കി നമ്മൾ ഇതാക്കണം. നല്ല വലിയ ചാമ്പക്കായതുകൊണ്ട് ഇനി നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ ചാമ്പക്ക പൊളിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഉപ്പും മുളകൊക്കെ ഇടാം. നമുക്ക് ഇടാൻ പോവാം. ഇനി നമുക്ക് ചെറിയ എരി കൂടുതലുമാണ് എന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ചെറിയ കുട്ടികൾ എരി കൂടുതൽ വേണമെങ്കിൽ എരി കൂടുതലിടാം, എരി കുറച്ച് വേണമെങ്കിൽ എരി കുറച്ചിടാം. പക്ഷെ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾ കുറച്ച് എരി ഇട്ടിക്കണം, മുളക് ഇട്ടിക്കണം. എന്നാൽ നമുക്ക് ഇടാം. ഫസ്റ്റ് ഉപ്പ് ഇടാം. നമുക്ക് ഉപ്പും മുളകും പാടെ കൊഴുന്നുണ്ട്. നമുക്ക് മുളകിടാം. നമുക്ക് കയ്യിലിട്ടാലും ഇതാക്കാം, ഇങ്ങനാക്കാം. ഇനി സുറുക്കി വെള്ളം ഒഴിക്കാം. സുർക്ക കൂടിപ്പോയി. ഇനി നമുക്ക് സ്പൂൺ ഇട്ടാണ്. സുർക്ക കൂടിപ്പോയിട്ടാണ്. സുർക്ക കൂടിപ്പോയാൽ കുറച്ച് എരി മാറും. നമുക്ക്
ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളെ ഉണ്ടാക്കൽ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ടേസ്റ്റ് നോക്കാം. പക്ഷെ സുർക്കൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നാലും എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സുർക്ക എന്താണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ കുഞ്ഞു വിളിക്കുമ്പോൾ അമർത്തി പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.